अमृतकलशहस्ताया सर्वामय विनाशनाय त्रैलोक्यनाथाय श्री महाविष्णवे नमः. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പൊ ഞാൻ ഉരുവിട്ടത് ധന്വന്തരി മൂർത്തിയുടെ മന്ത്രമാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലേ ആരാണ് ധന്വന്തരി മൂർത്തി എന്ന്. ഭഗവാൻ നാരായണന്റെ ഒരു വലിയ ഡോക്ടർ എന്ന രീതിയിലുള്ള ഒരു അവതാരമാണ്. അതായത് മാനവർക്കൊക്കെ ചികിത്സ നൽകാൻ വേണ്ടി, മാനവർക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകാൻ വേണ്ടി ഭഗവാൻ എടുത്ത അവതാരമാണ് ധന്വന്തരി മൂർത്തിയുടെ. ധന്വന്തരി മൂർത്തി നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാലേ അമൃത കലശം ഏന്തിയ ഭഗവാനാണ്. അമൃത എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആയുരാരോഗ്യ സൗഖ്യത്തെയാണ് അമൃത കലശം സൂചിപ്പിക്കുന്നത്. അതായത് മാനവരാശിയിലെ ആയുർവേദത്തിന്റെ പിതാവ് എന്നാണ് ധന്വന്തരി മൂർത്തി അറിയിക്കുന്നത്. ആയുർവേദം എന്ന ചികിത്സാ രീതി തന്നെ മാനവരിലേക്ക് പകർന്നു നൽകിയത് ധന്വന്തരി മൂർത്തി ആണെന്നാണ് വിശ്വാസം. ധന്വന്തരി മൂർത്തിയെ കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നത് തന്നെ ഇപ്രകാരമാണ്. അതായത് ധന്വന്തരി മൂർത്തിയെ കുറിച്ച് സ്മരിക്കുമ്പോൾ തന്നെ മാറാവ്യാധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മാത്രമല്ല ആയുരാരോഗ്യ സൗഖ്യം നേടാൻ സാധിക്കുമെന്നാണ് ആയുർവേദം തന്നെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ദേവന്മാരെയും അസുരന്മാരെയൊക്കെ കുറിച്ച് അറിയാലോ. അപ്പൊ ദേവന്മാരുടെ ഒരു ഫിസിഷ്യൻ, സർജൻ എന്നൊക്കെ പറയുന്നത് തന്നെ ധന്വന്തരി മൂർത്തിയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആയുർവേദത്തിന്റെ പിതാവാണ് ധന്വന്തരി മൂർത്തി എന്ന്. അപ്പൊ ധന്വന്തരി മൂർത്തിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആയുർവേദത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മാനവരാശിയെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി, പല രോഗത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മദേവന് ആയുർവേദം ഉപദേശിച്ചു കൊടുക്കുന്നത്. ബ്രഹ്മദേവൻ അഥർവവേദത്തിന്റെ രൂപാംഗമായിട്ടാണ് തന്റെ ശിഷ്യന്മാർക്ക് ആയുർവേദത്തെ കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നത്. ഏകദേശം 1,00,000-ഓളം ശ്ലോകത്തോടുകൂടി 1000 ഭാഗങ്ങളായിട്ടാണ് ഈ ആയുർവേദത്തിനെ കുറിച്ചുള്ള ജ്ഞാനം തന്റെ ശിഷ്യന്മാർക്ക് ബ്രഹ്മദേവൻ പകർന്നു നൽകുന്നത്. എന്നാൽ ഈ ഒരു കലിയുഗത്തില് ഒരു മനുഷ്യന് ഒരിക്കലും ഇത്രയും അറിവുകൾ അദ്ദേഹത്തിന്റെ ഒരു ജീവിത ആയുസ്സിൽ അല്ലെങ്കിൽ ജീവിത കാലയളവില് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ഭഗവാൻ നാരായണൻ ധന്വന്തരി മൂർത്തിയുടെ അവതാരമെടുത്ത് ഈ ഒരു ആയുർവേദത്തില് മാനവർക്ക് ആവശ്യമുള്ള അറിവിനെ മാത്രം എടുത്ത് 8 ഭാഗങ്ങളായി ക്രോഡീകരിച്ചു. ആ 8 ഭാഗങ്ങൾ മാനവർക്ക് ആയുർവേദം എന്നൊരു രൂപേണ പകർന്നു നൽകുകയും ചെയ്തു. കായ ചികിത്സ, ശാല്യതന്ത്ര, ശാലക്യതന്ത്ര, കൗമാര്യഭൃത്യ, ആഗമസ്തന്ത്ര, ഭൂതവിദ്യ, രസായനതന്ത്ര, വാജീകരണ തന്ത്ര, ഇവയൊക്കെയാണ് ധന്വന്തരി മൂർത്തി ആയുർവേദത്തെ 8 ഭാഗങ്ങളായി ക്രോഡീകരിച്ച് മാനവർക്ക് പകർന്നു നൽകിയ ആയുർവേദം എന്ന മഹത്തായ ചികിത്സാ രീതി. ഭഗവാൻ നാരായണൻ ധന്വന്തരി മൂർത്തിയായ അവതാരം എടുത്തതിന് പിന്നില് ഒരു കഥയുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ ഈ കഥ ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. ഒരു ദിവസം ദുർവാസാവ് മഹർഷി സ്വർഗലോകത്തെത്തുകയാണ്. ദുർവാസാവ് മഹർഷി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, ക്ഷിപ്രകോപിയാണ് അദ്ദേഹം. അദ്ദേഹം മഹാദേവന്റെ ഒരു അവതാരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം സ്വർഗലോകത്ത് എത്തുകയാണ്. അപ്പൊ ദേവന്മാര് സ്വർഗലോകത്ത് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അതായത് അവരെ പരിപാലിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം, എല്ലാ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അവർക്ക് നൽകുകയും ത്രിമൂർത്തികൾ തന്നെ അവരുടെ കൂടെയുണ്ട്. അതായത് ദേവന്മാരുടെ കൂടെയാണ് ത്രിമൂർത്തികൾ. അതുകൊണ്ട് അവരങ്ങനെ സുഖമായിട്ട് സർവ്വ ആരോഗ്യത്തോടു കൂടിയും അമരത്വത്തോടും കൂടിയും അവിടെ ജീവിച്ച് വരികയാണ് സ്വർഗലോകത്ത് ദേവന്മാര്. അതുകൊണ്ട് തന്നെ ഇത്രയും ഐശ്വര്യത്തിന്റെ പുറത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ രീതിയിലുള്ള അഹങ്കാരം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോ സ്വർഗലോകത്തെത്തുന്ന ദുർവാസാ മഹർഷി എന്താണ് കാണുന്നത്? ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ മേലെ ഇരിക്കുകയാണ്. ഐരാവതം എന്ന് പറയുന്നത് ഒരു ആനയാണ്. ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. അപ്പൊ അതിന്റെ മുകളില് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്ന ദേവേന്ദ്രനെയാണ് ആര് കാണുന്ന? ദുർവാസാ മഹർഷി കാണുന്നത്. അദ്ദേഹം വരുമ്പോ തന്നെ ദേവേന്ദ്രൻ വളരെ വിനയപൂർവ്വം സ്വീകരിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. സ്വർഗലോകത്തെ കൊണ്ടുപോയി വളരെ നല്ല രീതിയിലുള്ള ഒരു ആദരവ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഉപഹാരമായിട്ട്, അതിന്റെയൊക്കെ സന്തോഷം കൊണ്ട് അദ്ദേഹം വളരെ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷം കൊണ്ട് അദ്ദേഹം ദുർവാസാ മഹർഷി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ഹാരം, വളരെ മനോഹരമായി ഒരുപാട് പരിമളം വിടർത്തുന്ന ആ ഹാരം ആർക്ക് കൊടുത്തു? ദേവേന്ദ്രനെ സമ്മാനിക്കുകയാണ്.
അപ്പോൾ ഇത് കാണുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നുകയാണ് ദേവേന്ദ്രന്. അല്പം കുറച്ച് അഹങ്കാരം തോന്നുകയാണ്. അതായത് ദുർവാസാ മഹർഷിയെ പോലത്തെ ഒരാളെ പ്രീതിപ്പെടുത്താൻ സാധിച്ചല്ലോ എന്നുള്ളൊരു അഹങ്കാരവും ദേവേന്ദ്രന്റെ ഉള്ളിൽ തോന്നുകയാണ്. അപ്പോൾ ദേവേന്ദ്രൻ അത് സന്തോഷപൂർവ്വം വാങ്ങി അതിനെ ഐരാവതത്തിന്റെ മസ്തകത്തിന്റെ മേലെ വെക്കുകയാണ്. ദേവലോകത്തിന്റെ പൂന്തോട്ടത്തില് ഏറ്റവും കൂടുതൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു പുഷ്പമാണ് പാരിജാതം എന്ന് പറയുന്നത്. ആ പാരിജാതത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വണ്ടുകളും ആ ദേവലോകത്തെ ആ ഒരു പൂന്തോട്ടത്തിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആവട്ടെ ദുർവാസാ മഹർഷി കൊടുത്ത ആ ഒരു ഹാരം ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ മസ്തകത്തിന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ വളരെയധികം പരിമളം വിടർത്തുന്ന ആ ഹാരത്തിനെ അതിന്റെ മണം കൊണ്ട് ഈ ഒരു പൂന്തോട്ടത്തിലെ വണ്ടുകളെല്ലാം അതിനോടിങ്ങനെ മണത്ത് ആ ഒരു ഹാരത്തിന്റെ അടുത്തെത്തി. ആ ഹാരം എവിടെ ഇരിക്കുന്നത്? ഐരാവതത്തിന്റെ മസ്തകത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വണ്ടുകളെല്ലാം ഈ ഒരു ഹാരത്തെ ചുറ്റിപ്പറ്റി തന്നെ പറക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ശബ്ദം, വണ്ടിന്റെ ഈ ഒരു ശബ്ദം കൊണ്ട് ഐരാവതത്തിന് ആകെ ഒരു അസ്വസ്ഥത തോന്നി. ഈ ഐരാവതം എന്താണ് ചെയ്യുന്നത്? തന്റെ മസ്തകം ഇട്ട് കുലുക്കുമ്പോൾ ഈ ഒരു ഹാരം, അതായത് ദുർവാസാ മഹർഷി കൊടുത്ത, അതൊരു ഉപഹാരമായി കൊടുത്ത ഈ ഹാരം നിലത്ത് വീഴുകയാണ്. അതിന്റെ ആ ആനയുടെ, അതായത് ഐരാവതത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒരു ഹാരത്തെ നിലത്തിട്ട് ഐരാവതം ചവിട്ടി ചതക്കുകയാണ് ചെയ്യുന്നത്. ഐരാവതം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇതിന് ആരൊക്കെയാണ് സാക്ഷിയാവുന്നത്? ദേവേന്ദ്രനും മാത്രമല്ല ദുർവാസാ മഹർഷിയും ഇതിന് സാക്ഷിയാവുന്നുണ്ട് കേട്ടോ. ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തിരിക്കുകയാണ്, ദുർവാസാ മഹർഷി ആണെങ്കിൽ താഴെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ദേവേന്ദ്രന് ആകെ പേടിയായി. കാരണം എന്താ വെച്ചാൽ ദേവേന്ദ്രന്റെ ഭയമായി. എന്താണ്? ദുർവാസാ മഹർഷി ആണെങ്കിൽ ക്ഷിപ്രകോപിയാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ശാപവചനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ദുർവാസാ മഹർഷിക്കും ഏറെ ദേഷ്യം വന്നു. കാരണം അദ്ദേഹം കൊടുത്ത ഒരു ഉപഹാരം, സ്നേഹത്തോടു കൂടി അദ്ദേഹം കൊടുത്ത ഒരു ഉപഹാരത്തെ ഇത്തരം മോശമായ രീതിയിൽ കണ്ടുവല്ലോ, അല്ലെങ്കിൽ ഇത്തരം കേവലമായി അതിനെ കണ്ടുവല്ലോ എന്നുള്ളതിന്റെ ഒരു ദേഷ്യം ദുർവാസാ മഹർഷിക്കും വന്നു. ദേവന്മാരെ എല്ലാവരെയും സർവ്വ ഐശ്വര്യവും അമരത്വം നൽകി സംരക്ഷിക്കുന്നത് ആരാണ്? ത്രിമൂർത്തികളാണ് അല്ലെ? അപ്പൊ ത്രിമൂർത്തികളുടെ ഒരു കടാക്ഷം ഉള്ളത് കൊണ്ടാണ് ദേവന്മാർക്ക് ഐശ്വര്യവും അമരത്വവും എന്നും നിലനിൽക്കുന്നത്. അതിന്റെ അഹങ്കാരവും ദേവന്മാരിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അഹങ്കാരത്തിനും അമരത്വത്തിനും ഐശ്വര്യത്തിനും ഒക്കെ കോട്ടം തട്ടുന്ന രീതിയിലായിരുന്നു ദുർവാസാ മുനിയുടെ ശാപം എന്ന് പറയുന്നത്. എന്തായിരുന്നു അദ്ദേഹം ശപിച്ചത്? അതായത് ആ ദേവന്മാരിൽ നിന്ന് അവരുടെ സർവ്വ ഐശ്വര്യവും അമരത്വവും എല്ലാം നഷ്ടപ്പെട്ടു പോട്ടെ എന്നും ജരാനരകൾ വന്ന് അവർ ബുദ്ധിമുട്ടി കഷ്ടപ്പെടട്ടെ എന്നുമായിരുന്നു ദുർവാസാ മഹർഷിയുടെ ശാപം. ദുർവാസാ മഹർഷിയുടെ ശാപവചനങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചു. എല്ലാ ദേവന്മാർക്കും ജരാനരകൾ ബാധിച്ചു. അവരുടെ സർവ്വ ഐശ്വര്യവും നഷ്ടപ്പെട്ടു, അമരത്വവും നഷ്ടപ്പെട്ടു. ലക്ഷ്മി ദേവി ത്രിലോകത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷയായി. അതുപോലെ തന്നെ എല്ലാവർക്കും രോഗപീഠകളും ബാധിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചപ്പോൾ എല്ലാവരും എങ്ങോട്ടാണ് പോയത്? സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ അടുത്തേക്കാണ് പോയത്. ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്ക് ഒന്നും തന്നെ ഇതിൽ ചെയ്യാനില്ല, എല്ലാവരും വൈകുണ്ഠത്തിൽ ചെന്ന് ആ വൈകുണ്ഠവാസനയെ അഭയം പ്രാപിക്കൂ എന്ന്. അങ്ങനെ എല്ലാ ദേവന്മാരും വൈകുണ്ഠത്തിൽ ചെന്നു ഭഗവാൻ നാരായണനിൽ അഭയം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ, ഭഗവാൻ നാരായണന്റെ കയ്യിൽ ഈ ഒരു വലിയ സമസ്യക്കുള്ള ഉപായം ഉണ്ടായിരുന്നു. അദ്ദേഹം ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു വലിയ മാർഗമാണ് പാലാഴി മഥനം. പാലാഴിയായി വലിയ സമുദ്രത്തെയും കടകോലായി മന്ധര പർവ്വതത്തെയും കയറായി വാസുകി എന്ന സർപ്പത്തെയും മാറ്റി. പക്ഷേ ഈ പാലാഴി മഥനത്തിന് അസുരന്മാരുടെ കൂടെ സഹകരണം അത്യാവശ്യമാണ്. അതുകൊണ്ട് ദേവന്മാരോട് ഭഗവാൻ നാരായണൻ പറയുകയാണ്, അസുരന്മാരെ ചെന്ന് കണ്ട് വിവരം അറിയിക്കൂ. അതിനുശേഷം അമൃത്, അതായത് ധന്വന്ത്രി മൂർത്തിയായി വരുന്ന അമൃതനെ സേവിക്കാം. അതിനു വേണ്ടിയാണ് ഈ ഒരു പാലാഴി മഥനം തന്നെ ചെയ്യുന്നത് എന്ന് അവരെയും അറിയിക്കൂ. ഉറപ്പായും അവർ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ വരുമെന്ന് ആരാണ് പറയുന്നത്? ഭഗവാൻ നാരായണൻ പറഞ്ഞു. അങ്ങനെ ഈ വൈകുണ്ഠവാസന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരെല്ലാവരും അസുരന്മാരെ പോയി കാണുകയുണ്ടായി. അങ്ങനെ ഈ പ്രക്രിയയെ കുറിച്ച് വിശദീകരിച്ച് അവരോട് പറഞ്ഞു. അങ്ങനെ അമൃത എന്ന് കേട്ടപ്പോൾ തന്നെ അസുരന്മാരാകെ ഒന്ന് കുലുങ്ങി. അപ്പൊ അവർ ഈ പ്രക്രിയയില് സഹകരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം എന്ന വലിയ പ്രക്രിയയിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ പാലാഴി മഥനം എന്ന വലിയ പ്രക്രിയ ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല
പല അത്ഭുതകരമായ സാധനങ്ങൾ വന്നു. അതായത് കാമധേനു എന്ന പശുവും ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന കുതിരയും ഒക്കെ വരാൻ തുടങ്ങി. മൂദേവി വരാൻ തുടങ്ങി. അതായത് ഭഗവാന്റെ ചന്ദ്രക്കല, അതായത് മഹാദേവന്റെ ചന്ദ്രക്കല വരാൻ തുടങ്ങി. അങ്ങനെ വളരെ വളരെ അമൂല്യമായ പല പല സാധനങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ദേവന്മാരും അസുരന്മാരും ഒക്കെ ചേർന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്ന ഈ അമൃതകുംഭം മാത്രം വരുന്നില്ല. അവർ ഇരുവരും കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കടഞ്ഞു ശ്രമിക്കുകയാണ് രണ്ട് വശത്തിൽ നിന്നും കടയാൻ. അതിനിടയിൽ വളരെ ഭീകരമായ ഒരു സംഭവം ഉണ്ടായി. അതായത് കടകോലായി നിന്ന മന്ധര പർവ്വതം ആകെ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയി. അവിടെയും ആരെ സഹായിക്കേണ്ടി വന്നു? ഭഗവാൻ നാരായണൻ വാസൻ തന്റെ കൂർമ്മ അവതാരം എടുത്ത് ആ സമുദ്രത്തിന്റെ അടിയിൽ പോയി ആ ഒരു മന്ധര പർവ്വതത്തെ പൊക്കി ഉയർത്തി കൊണ്ടുവന്നു. പിന്നീട് അങ്ങോട്ട് പാലാഴി മദനം എന്ന പ്രക്രിയ നടക്കുന്നത് ഭഗവാന്റെ കൂർമാവതാരത്തിന്റെ മേലെയാണ് ആ മന്ധര പർവ്വതം നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു അശുഭകരമായ സംഭവം നടക്കുന്നത്. അതായത് വാസുകി എന്ന സർപ്പം ഹലാഹലം എന്ന വിഷം ചീറ്റാനായിട്ട് തുടങ്ങി. ആ വിഷം ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ സർവനാശാണ്. വലിയ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല എല്ലാ ജനങ്ങളും മരിച്ചു വീഴാൻ തുടങ്ങും. അപ്പോൾ ഒരു തുള്ളി പോലും ആ ഒരു ഹലാഹലം എന്ന് പറയുന്ന വിഷം താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഭഗവാൻ മഹാദേവൻ അദ്ദേഹം ആ ഹലാഹലം എന്ന വിഷത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ വിഷം അദ്ദേഹം സേവിക്കുന്ന സമയത്ത് അത് ശരീരത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ അമർത്തി പിടിച്ചു. അപ്പൊ ആ വിഷം അദ്ദേഹം പുറത്തേക്ക് തുപ്പാനായി തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഭഗവാൻ നാരായണൻ അദ്ദേഹത്തിന്റെ വായ അടച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷം താഴേക്കും മേളിലേക്കും ഇല്ലാതെ അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ അങ്ങനെ ഉറച്ചു കടന്നു. അങ്ങനെ അത് ഉറച്ചു കടന്ന് അവിടെ ഒരു നീല നിറമായി മാറുകയാണ്. അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന നാമവും വരുന്നത്. പിന്നീട് വീണ്ടും ഈ പാലാഴി മദനം എന്ന പ്രക്രിയ നടന്നു. ദേവന്മാരും അസുരന്മാരും ഇരുവശത്തു നിന്ന് കടയാൻ തുടങ്ങി. അങ്ങനെയാണ് ലക്ഷ്മി ദേവി വരുന്നത്. ലക്ഷ്മി ദേവി ആർക്ക് അവകാശപ്പെട്ടതാണ്? ഭഗവാൻ നാരായണൻ അവകാശപ്പെട്ടതാണ്. അതായത് ലക്ഷ്മി ദേവിക്ക് സ്ഥിരതയില്ല. എപ്പോഴും ലക്ഷ്മി ദേവി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എവിടെ നാരായണൻ ഉണ്ടോ അവിടെ ലക്ഷ്മിക്ക് സ്ഥിരതയുണ്ട് എന്നാ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവരും കേട്ട ഒരു കാര്യമാണ്. അതായത് നാരായണനെ ഭജിച്ചോളൂ, ലക്ഷ്മി താനേ കൂടെ ഉണ്ടാവും എന്ന്. അപ്പോൾ നാരായണന് വേണ്ടിയുള്ളതാണ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി ദേവി വന്നു, നേരെ ഭഗവാൻ നാരായണന്റെ അടുത്ത് പോയി. അവരുടെ വിവാഹവും നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വിവാഹം വളരെയധികം ഭംഗിയായി കൊണ്ടാടാൻ വേണ്ടി എല്ലാ ദേവന്മാരും ആ ഒരു വലിയ മുഹൂർത്തത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഈ അസുരന്മാർക്ക് ആകെ ദേഷ്യം വരികയാണ്. അതായത് ഇങ്ങനെ ഒരു വലിയ കാര്യം നടക്കുമ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് അങ്ങനെ അവിടെ പോയി. അസുരന്മാർക്ക് യാതൊരു മൂല്യവും അവിടെ കൊടുത്തില്ല. അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുകയാണ്. വീണ്ടും ലക്ഷ്മി ദേവിയും ഭഗവാൻ നാരായണൻ തമ്മിലുള്ള ആ ഒരു സംഗമത്തിന് ശേഷം വീണ്ടും പാലാഴി മദനം എന്ന പ്രക്രിയ തുടങ്ങുകയാണ്. അങ്ങനെ കടഞ്ഞ് അതാ എല്ലാവരും കാത്തിരുന്ന ആ ഒരു അമൃത കലശവും ഏന്തി ധന്വന്തരി മൂർത്തി, ഭഗവാന്റെ ചതുർബാഹു അവതാരമായ ധന്വന്തരി മൂർത്തി അങ്ങനെ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നു. അപ്പോൾ ഇത് ആരാണ്? ഇവിടെ അസുരന്മാരുടെ മനസ്സിൽ ഈ ഒരു ദേഷ്യം കടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമൃത കലശം ആരാണ്? ദേവന്മാരെ ചതിച്ചുകൊണ്ട് അസുരന്മാരും തട്ടിയെടുത്തോണ്ട് പോയി ഒറ്റയ്ക്ക് പോയി അമൃത് സേവിക്കാനുള്ളൊരു പദ്ധതി ഇടുകയുണ്ടായി. അതുപോലെ തന്നെ ധന്വന്തരിയിൽ നിന്ന് ഈ ഒരു അമൃത കലശത്തിനെ തട്ടിയെടുത്ത അസുരന്മാര് അവരുടെ ലോകത്തിലേക്ക് യാത്രയായി. അപ്പോൾ ദേവന്മാർക്ക് ആകെ വിഷമായി. അവർക്ക് അമരത്വം ഇല്ല. ഇത്രയും നാള് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി. അവർ ജരാനരകൾ ബാധിച്ച് എല്ലാ രോഗപീഠകളോടുകൂടി ഇങ്ങനെ ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമത്തോടു കൂടി അവർ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ സമയത്തും എന്ന പോലെ തന്നെ അവര് ഭഗവാൻ നാരായണനിലും അഭയം പ്രാപിച്ചു. എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മുടെയൊക്കെ പരിപാലകനാണ് ഭഗവാൻ. എന്തെങ്കിലും പ്രശ്നം ദേവന്മാർക്കും അസുരന്മാർക്കും ഉണ്ടെങ്കിൽ എങ്ങോട്ടാണ് നേരെ പോവുക? ഭഗവാൻ നാരായണന്റെ അടുത്താണ് പോവുക. അപ്പോൾ അവിടെ പോയി അഭയം പ്രാപിച്ചു, സാഷ്ടാംഗം വീണു. അപ്പോഴാണ് നാരായണൻ വീണ്ടും അവരെ സഹായിക്കാനായി തൻ്റെ അതിസുന്ദരമായ മോഹിനി അവതാരം കൈക്കൊള്ളുകയാണ്. ഭഗവാൻ അതിസുന്ദരിയായ ആ രൂപത്തില് അസുരന്മാരുടെ അടുത്തേക്ക് പോയി ആ അമൃതകലശം അവരിൽ നിന്ന് തട്ടിയെടുത്തോണ്ട് കൊണ്ടുവന്ന് അത് അർഹിക്കുന്നവർക്ക് ദേവന്മാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. കാരണം അസുരന്മാര് അമൃത് സേവിച്ചാൽ അമരന്മാരാവും. അങ്ങനെ അവർ അമരന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സർവനാശമാണ് ഉണ്ടാവുക. കാരണം അസുര പ്രവൃത്തിയിൽ ഏർപ്പെടും, അതായത് ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും അവര്. അങ്ങനെ പ്രപഞ്ചത്തിന് മുഴുവൻ നാശം സംഭവിക്കും.
അതൊരിക്കലും സംഭവിക്കരുത്. ദേവന്മാര് അത് സേവിച്ച് അങ്ങനെ അവര് അമരന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകത്തിനും ത്രിലോകത്തിനും നന്മയാണ് ഉണ്ടാവുക. അങ്ങനെ ദേവന്മാർക്ക് അമൃത കലശം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ അവര് അമരന്മാരായി തീരുകയാണ്. അവരുടെ എല്ലാ നരകളും മാറി അവർ സർവ്വ ഐശ്വര്യവും സർവ്വ തേജസ്സും വീണ്ടെടുക്കുകയും ചെയ്തു. വളരെയധികം തേജസ്സോടു കൂടിയും ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ദേവനായിട്ടാണ് ഭഗവാന്റെ ചതുർബാഹു രൂപമായ ധന്വന്തരി രൂപം. എങ്ങനെയാണ്? രണ്ട് കാര്യത്തിനാണ് ധന്വന്തരി അവതാരത്തിലെ ഏറ്റവും കൂടുതൽ മൂല്യം. ഒന്ന്, ഭഗവാന്റെ അമൃത കലശം, അതായത് അമൃതം നിറച്ച ആ കുംഭം ഭഗവാന്റെ കയ്യിലുള്ളത്. രണ്ടാമതായി ഭഗവാന്റെ കയ്യിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അട്ട. അട്ടയ്ക്ക് ആയുർവേദത്തിൽ വലിയ മൂല്യമുണ്ട്. അതായത് രക്തസമ്മർദ്ദമായ രോഗങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിവിധിയാണ് അട്ട. അതായത് അട്ടയെ ഉപയോഗിച്ച് അശുദ്ധ രക്തത്തെ പുറത്തെടുത്ത് ആ വ്രണങ്ങളെല്ലാം, ആ ഒരു പച്ചമരുന്നുകളെല്ലാം ഉപയോഗിച്ച് ആ വ്രണങ്ങളെല്ലാം ഉണക്കി കളഞ്ഞതിന് ശേഷമാണ് ആയുർവേദ ചികിത്സ തന്നെ തുടങ്ങുന്നത്. അങ്ങനെ അമൃത കലശം ദേവന്മാർക്ക് നൽകുകയാണ് ധന്വന്തരി അവതാരമെടുത്ത ഭഗവാൻ മഹാവിഷ്ണു. പക്ഷെ അത് ദേവന്മാർക്ക് നൽകുമ്പോൾ അതിനെ തട്ടിപ്പറിച്ച് ഓടുകയാണ് അസുരന്മാര്. അപ്പൊ വീണ്ടും അസുരന്മാരിൽ നിന്ന് അത് ദേവന്മാർക്ക് വീണ്ടെടുത്ത് കൊടുക്കുകയാണ് ഭഗവാന്റെ മോഹിനി അവതാരം കൈക്കൊണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അമൃത കലശം ദേവന്മാർക്ക് മാത്രം നൽകാൻ വേണ്ടി ഭഗവാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ദേവന്മാർക്ക്. ഈ ഒരു കഥയാണ് പാലാഴി മദനം എന്ന ആ ഒരു പ്രക്രിയയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പാലാഴി മദനം ഇങ്ങനെ പറയാൻ ഉള്ളതല്ല, ഇത് വളരെയധികം ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഓരോ കാര്യങ്ങൾ, അതായത് ആ ഒരു മദനത്തിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോരോ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു ലോങ് വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അമൃത കലശത്തിൻ്റെയും പാലാഴി മദനത്തിൻ്റെയും ധന്വന്തരി മൂർത്തിയെയും സംബന്ധിക്കുന്ന കഥ. ഈ ധന്വന്തരി മൂർത്തിയാണ് നമ്മൾ ആയുർവേദത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കാരണം എല്ലാ രോഗങ്ങൾക്കും രോഗപീഠകൾക്കും എല്ലാത്തിനുമുള്ളൊരു ശാശ്വതമായ പരിഹാരവും അറിവുമാണ് ആയുർവേദം എന്ന് ഭഗവാൻ നേരിട്ട് മാനവർക്ക് പകർന്നു നൽകിയ അറിവ്. ധന്വന്തരി മൂർത്തി വീണ്ടും അവതാരം എടുക്കുന്നുണ്ട്. അതായത് കാശി രാജാവിന്റെ പുത്രനായിട്ടാണ് ധന്വന്തരി മൂർത്തി വീണ്ടും അവതാരം എടുക്കുന്നത്. കാശി രാജാവ് ധന്വന്തരി മൂർത്തിയെ അദ്ദേഹത്തിന്റെ പുത്രനായി ലഭിക്കണമെന്ന് പറഞ്ഞ് അനേകം പൂജകളൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൂജയിൽ സംപ്രീതനായ ധന്വന്തരി മൂർത്തി അദ്ദേഹത്തിന്റെ പുത്രനായി ജന്മമെടുക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഭരദ്വാജ മുനിയിൽ നിന്നാണ് ആയുർവേദത്തിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹം പഠിക്കുന്നത്. അനുബന്ധിച്ച് തന്നെ അദ്ദേഹം ആയുർവേദത്തിനെ ക്രോഡീകരിക്കുന്ന കാര്യവും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൽ പുതിയ രീതിയിലുള്ള പച്ചമരുന്നുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പച്ചമരുന്നുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളും അതിൽ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഭരദ്വാജ മുനി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അനേകം അറിവുകൾ പകർന്നു കൊടുക്കുന്നുണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ച് അനേകം അറിവുകൾ പകർന്നു കൊടുക്കുന്നുണ്ട്. അതിലെ ഒരു ശിഷ്യനായിരുന്നു ചരകൻ. ചരകനാണ് ഈ ശസ്ത്രക്രിയയെ സംബന്ധിച്ചുള്ള ആയുർവേദത്തിലുള്ള വലിയ വലിയ പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അതായത് സർജറീസ്, നമ്മൾ എന്ന് പറയുന്ന സർജറീസിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് ഭരദ്വാജ മുനിയുടെ ശിഷ്യനായ ചരകൻ എന്ന് പറയുന്ന ഒരു മുനിയാണ്. ധന്വന്തരി മൂർത്തിയുടെ ഒരു പ്രതിമ ആദ്യമായി ഉണ്ടാക്കുന്നത് ഭഗവാന്റെ പരമഭക്തനായ ഗരുഡവാഹന ഭട്ടർ 12ാം നൂറ്റാണ്ടിൽ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യമായി ധന്വന്തരി മൂർത്തിയുടെ ഒരു പ്രതിമ നിർമ്മിക്കുന്നത്. ഭഗവാൻ ധന്വന്തരി മൂർത്തി മനുഷ്യാവതാരത്തിൽ അവതരിച്ച സമയത്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത്രേ. അതായത് ധന്വന്തരി നിഘണ്ടു എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം ആയുർവേദത്തിൽ വളരെയധികം പഴക്കമേറിയ പുസ്തകമാണ്. ഏകദേശം 374 പച്ചമരുന്നുകളെ കുറിച്ചുള്ള അറിവുകളാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. ആയുർവേദത്തിൽ വളരെയധികം പഴക്കമേറിയ ഒരു ഗ്രന്ഥമാണ് ധന്വന്തരി നിഘണ്ടു. അതില് വളരെ നിഗൂഢമായ ഓരോ ചികിത്സാ രീതികളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചും ഇൻഫെക്ഷൻസ് ബാധിക്കുന്ന രീതിയിലുള്ള മാറാ രോഗങ്ങളെ കുറിച്ചും അതിന്റെ പ്രതിവിധിയെ കുറിച്ചും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നതാണ് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഉപ്പിന്റെ പ്രിസർവേറ്റീവ് ക്വാളിറ്റിയും മഞ്ഞളിന്റെ ആന്റിസെപ്റ്റീവ് ക്വാളിറ്റിയെ കുറിച്ചടക്കം ധന്വന്തരി നിഘണ്ടുവിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ്
ധന്വന്തരി മൂർത്തിയെ ആരോഗ്യത്തിന്റെയും ആയുസിന്റെയും സർവ്വ ഐശ്വര്യത്തിന്റെയും ദേവനായി നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ധന്വന്തരി ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലൊരു ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക. മാത്രമല്ല, ഇത് ഇനി നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, അതെല്ലാം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.